അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നടത്തിയ പരാമർശം, അതായത് ആദ്യം ലീഗിനെ മടിയിലിരുത്തി എന്ന് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു ലീഗിനെ അടുത്തിരുത്തി, SDP-യെ മടിയിലിരുത്തി, നിങ്ങൾ നടത്തുന്ന UDF നടത്തുന്ന വർഗീയ പ്രീണനം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ത് ആക്ഷേപമാണോ ഉയർന്നത് അതേ ആക്ഷേപം UDF-നെതിരെയും കൂടി അദ്ദേഹം തിരിച്ചുവിടുകയാണ്. അപ്പോൾ ഈ പറയുന്ന വർഗീയ പ്രീണനം എന്ന വിമർശനം UDF-ന് കൂടി ബാധകമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്നു മുതലാണ് അദ്ദേഹം അത് വ്യക്തമാക്കി ഒന്നുകൂടെ പറയേണ്ടതാണ്. കാരണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിനാവില്ല. ലീഗിനെ വീണ്ടും ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സംസാരിച്ചത് ആരാണ്? LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അതിനെതിരായിട്ടാണോ അനിൽകുമാർ പറയുന്നതെന്ന് ആദ്യം വ്യക്തമാക്കണം. EP ജയരാജനും ശ്രീ അനിൽകുമാറിനും രണ്ട് അഭിപ്രായമാണോ ലീഗിനെ കുറിച്ചുള്ളത് എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. ലീഗിനെ കുറിച്ച് വളരെ ശക്തമായി തങ്ങളോടൊപ്പം വരണമെന്നും ലീഗ് ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് CPM-ന്റെ. അപ്പോൾ ലീഗിനെ ക്ഷണിക്കാൻ വേണ്ടി അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്തുകൊണ്ടാണ് അനിൽകുമാർ ഇത് പറയുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അവർ ക്രിസ്ത്യൻ സമൂഹത്തെയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെയും ഒക്കെ ആക്ഷേപിക്കുകയാണ്. അവരുടെ ഭരണപരാജയം കൊണ്ട്, CPM-ന്റെ ഭരണപരാജയം കൊണ്ട് കേരളത്തിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിരിക്കുന്നു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ പോലും മാറി ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ മതപരമായി ചിന്തിച്ചോ ഏത് രീതിയിൽ ചിന്തിച്ചു എന്നുള്ളത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വോട്ട് ഒഴുകിയിട്ടുണ്ടെങ്കിൽ, അത് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അത് BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അതിനിപ്പോൾ ബിഷപ്പിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, ലീഗിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. മതപ്രീണനം നടത്തിയത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ആരാണ് BJP-യെ ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ഇവിടെ നമുക്കറിയാം BJP-യേക്കാൾ ഉപരി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുമേനി പറയുന്നുണ്ട്, കൂർലോസ് തിരുമേനി പറയുന്നുണ്ട്, BJP-യേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തെയും എതിരെയും ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയമുണർത്തി. ഇതാണ് പറഞ്ഞത്. ഇതിന് മറുപടിയാണ് CPM കണ്ടെത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: മതേതര വിശ്വാസികളിൽ സംശയം ഉണർത്തിയത് ആരാണ്? ഏറ്റവും കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കൂർലോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. മതേതര വിശ്വാസികൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ പറയാത്തത്. ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും ആക്ഷേപിച്ച് സംസാരിച്ചല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എല്ലാ കള്ളക്കടത്തും അത്തരത്തിലുള്ള കേസുകളും നടക്കുന്നതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചല്ലോ. ഇതൊക്കെ പറയുമ്പോഴും മോദിയെക്കുറിച്ചൊരു വാക്ക് പറയുവാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് മത്സരിക്കുന്ന, നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ ഇപ്രാവശ്യം CPM-ന്റെ അംഗങ്ങൾ ജയിച്ചു വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയോടെയാണ് രാജസ്ഥാനിൽ ജയിച്ചു വന്നത്. 31,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ 4.5 ലക്ഷം വോട്ടോടുകൂടി വിജയിച്ചെങ്കിൽ അവിടെ കോൺഗ്രസ് CPM-ന് വഴിമാറിക്കൊടുത്തു. അവരെ പിന്തുണച്ചുകൊണ്ടാണ് ജയിച്ചത്. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പാണ് രാജ്യം ഒന്നാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത് ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും സംസാരിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുകയാണ്. അതിന്റെ റിസൾട്ട് അതാണ് തൃശ്ശൂർ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് CPM-ൽ നിന്നുള്ള വോട്ട് മുഴുവൻ BJP-യിലേക്ക് ഒഴുകിപ്പോയത്. അത് സ്വയം വിചിന്തനം ചെയ്ത് മനസ്സിലാക്കേണ്ടതിന് പകരം അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അത്തരം കാര്യങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ആത്മവിമർശനപരമായി പറഞ്ഞാൽ അത് പോസിറ്റീവായി കാണേണ്ടതിന് പകരം അവരെ ചീത്ത വിളിക്കുക, പിന്നെ ചീത്ത വിളിക്കുക, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ചെയ്യുന്നതല്ല. അതിവിടെ എൻ്റെ സഹപാനലിസ്റ്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണിത്. അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ള ബോധ്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള ധാരണയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയരുന്ന സാഹചര്യത്തിൽ മാത്രമേ കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷം വിഷമിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇപ്പോഴും കേരളത്തിലുണ്ട്.